ഹായ്, ഇന്ന് എനിക്കാണെങ്കിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ടേ. അപ്പോ ഇതിന്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാവോ? നമ്മളുടെ നാട്ടിൽ ഇതിന് സീതാഫലം എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു നോക്കിയിട്ടാ. നന്നായിട്ട് പഴുത്തിട്ടുള്ള സീതാഫലം തന്നെയായിരുന്നു. അപ്പൊ ഇത് ഞാൻ കാണുമ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടാവുമെന്ന്. അപ്പൊ ഞാൻ ഊഹിച്ച പോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടാ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സീതാഫലമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നാണെങ്കിൽ ചിക്കന് കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ. അത് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നില്ലേ, അതേ രീതിയിൽ തന്നെ. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ നമ്മളാണെങ്കിൽ തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ ഇതിനെ ചിക്കൻ സുക്ക എന്നാണ് വിളിക്കാറ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. ചിക്കൻ കറി ആണെങ്കിൽ ഇവിടെ റെഡിയായി വരുന്നുണ്ടേ. ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടാ. എന്നിട്ട് മസാല വെന്തതിന് ശേഷം കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങ ചെറിയത് ഇട്ട് കൊടുത്തു ട്ടാ. അപ്പൊ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.